മനുഷ്യൻ്റെ ലൈഫിൽ ഓക്സിജൻ്റെ പ്രാധാന്യം എന്താണോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഒരു ബിസിനസ്സിൻ്റെ വിസിബിലിറ്റിക്കുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 579 കോടി രൂപയാണ് അപ്പോളോ ടയേഴ്സ് സ്പെൻഡ് ചെയ്തത്. 579 കോടി രൂപ മുടക്കിയിട്ട് ഈ അപ്പോളോ ടയേഴ്സിൻ്റെ ബ്രാൻഡ് വിസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ മാച്ചിലും ഇന്ത്യക്ക് ഓരോ മാച്ചിലും ഏകദേശം 30 കോടിയോളം മിനിമം വ്യൂവേഴ്സ് ഉണ്ട്. ഇന്ത്യ ആണെങ്കിൽ ഏകദേശം ഒരു ഫൈനൽ വരെ കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ഇത്രയും മത്സരത്തിൽ ഈ അപ്പോളോ ടയേഴ്സിന് ബ്രാൻഡ് വിസിബിലിറ്റി കിട്ടും. ഇതൊന്നുമല്ല, ഇവിടെ ഒരു ബ്രില്യൻ മൂവ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ തന്നെ ഗ്രൂപ്പിൽ, ഇന്ത്യയും പാകിസ്ഥാനും വരുന്ന ഗ്രൂപ്പിലെ ഏറ്റവും ദുർബലരായ ഒരു ടീമാണ് നമീബിയ. അതായത് ഇന്ത്യൻ ഇ-കോമേഴ്സ് ബിസിനസ്സായ ഫ്ലിപ്കാർട്ട് നമീബിയയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. ഒരുപാട് ചർച്ചയായ ഒരു വിഷയം. ഇവിടെ അവർ നടത്തിയ ബ്രില്യൻ മൂവ് എന്താണെന്ന് വെച്ചാൽ നമീബിയയ്ക്ക് ഇന്ത്യയായിട്ടൊരു മാച്ച് ഉണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനായിട്ട് ഒരു മാച്ചുണ്ട്. പോരാത്തതിന് T20 വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യ വേഴ്സസ് നമീബിയ മാച്ചിൽ എന്തായാലും ഏകദേശം ആവറേജ് ഒരു 30 കോടിയെങ്കിലും വ്യൂവേഴ്സ് ഫ്ലിപ്കാർട്ടിന് കിട്ടും. പാകിസ്ഥാൻ നമീബിയ മാച്ചിൽ പാകിസ്ഥാൻ അതൊരു ഡു ഓർ ഡൈ മാച്ചാണ്. പാകിസ്ഥാൻ തോറ്റു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പുറത്താണ്. അതെന്തായാലും ഒരു ശരാശരി ഇന്ത്യ ക്രിക്കറ്റ് ആരാധകൻ അത് കണ്ടിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പാഠം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായ വിസിബിലിറ്റി എവിടെയാണ് കിട്ടുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വലിയ അല്ലെങ്കിൽ സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്